ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമാവൂർ നിർമ്മിച്ച് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലാലേട്ടൻ്റെ പുതിയ ചിത്രമായ ലൂസിഫറിൻ്റെ വിശേഷങ്ങൾ ആദ്യ ഷോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരിൽ നിന്ന് നമുക്കറിയാം. അപ്പോൾ കമോൺ. ഒരു രക്ഷയില്ല. സൂപ്പർ മൂവി, സൂപ്പർ 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 പടം. മാസം എന്ന് പറയാൻ ഇത് തന്നെ രക്ഷയിലാണ്. അന്യായ പടം, അടിപൊളി പടം, പറയാനാണ് സൂപ്പർ പടം. രക്ഷയില്ല, പടം പൊളിച്ചു. നല്ല റഷ്യൻ പടമാണ്. ഈ തിയേറ്റർ പൂരപ്പുറം ആവണമെന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലത്തെ ഒരു റഷ്യൻ പടമാണ്. മലയാളം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ് ഞാൻ എനിക്ക് പടം കാണുന്നത്. ഒരു ഡയറക്ടറെ കഴിവ് എങ്ങനെയാണെന്ന് രാജുവേട്ടൻ ഇതിൽ തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്വിസ്റ്റുകളും കാര്യങ്ങളും കൊള്ളാം. പിന്നെ ലാലേട്ട അതിനൊത്ത് അഭിനയിച്ചിട്ടുമുണ്ട്. നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. മലയാള സിനിമയിൽ ഇനി ഇതേപോലത്തെ ഒരു പടം വരാനുമില്ല, വരാനില്ല. രാജുവേട്ടൻ പൊളിച്ച്, സൂപ്പർ പൊളിച്ച്. അടുത്ത രാജുവേട്ടൻ തന്നെ വേറെ ലെവല്. സൂപ്പർ പടം, രാജുവേട്ടൻ ഒരു രക്ഷയില്ല, കിഡിലോണേട്ട പടം. സൂപ്പറാണ്, സൂപ്പർ പടം, അടിപൊളി അടിപൊളി. മലയാളത്തിലെ ആദ്യത്തെ 1000 കോടി കിട്ടില്ല. അടിപൊളി 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 അടിപൊളി. സൂപ്പറാണ്. ഡെബ്യൂട്ട് ഡയറക്ടറാന്ന് തോന്നുന്നില്ല. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ സൂപ്പർ. ആൻഡ് മോഹൻലാൽ പഴയ മോഹൻലാലെ നമുക്ക് തിരിച്ചു കിട്ടി. സിനിമ വിവരമുള്ള ഒരു സിനിമ എടുത്താൽ ഇങ്ങനെ ഡയറക്ഷൻ രക്ഷയില്ല. അടിപൊളി സൂപ്പർ പടം. ഇതുപോലൊരു മാസം പടം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. പുലിമുരുകൻ തീർന്നടാ, പുലിമുരുകൻ നീ തീർന്നടാ. സൂപ്പർ സിനിമ, കിടിലം, നല്ല സിനിമ, സൂപ്പർ സിനിമ. ജനങ്ങൾ എങ്ങനെ ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹിച്ചോ അതിന് ഒരുപാട് മേളിൽ രാജുവേട്ട കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഡയറക്ഷൻ കിടിലം. രാജുവേട്ട നിങ്ങൾ മാസമല്ല, കൊല മാസമുണ്ട്. പിന്നെ ലാലേട്ട നിങ്ങൾ രക്ഷയില്ല. ലാലേട്ട നൈസ്. പിന്നെ ഗോവർദ്ധൻ ഇന്ദിരാന്റെ ക്യാരക്ടർ അത് പറയാനില്ല, കുറച്ചേ ഉള്ളെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. യുവതാരമായ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രം ലൂസിഫറിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരിൽ നിന്ന് നമ്മൾ അറിഞ്ഞത്. ഇനി വരുന്ന ആഴ്ചകളിൽ തിയേറ്ററുകൾ ഒരു വൻ തരംഗമാകുവാൻ ലൂസിഫർ പോവുകയാണ്. എല്ലാവരും ഈ ചിത്രം തിയേറ്ററിൽ പോയി തന്നെ കാണണം. പ്രേക്ഷകരിൽ നമ്മൾ അറിഞ്ഞത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എന്തുകൊണ്ടും സൂപ്പർ തന്നെയാണ്. മോഹൻലാലിൻ്റെ ഇതുവരെ ഇറങ്ങിയ പടങ്ങളിൽ നിന്ന് ഒരു വലിയ മാസ് ചിത്രമായി വേണമെങ്കിൽ നമുക്ക് ചിത്രത്തെ വിലയിരുത്താം. എല്ലാവരും ഈ ചിത്രം തിയേറ്ററിൽ പോയി തന്നെ കാണണം. റീൽസ് ഓൺ ടൈമിൻ്റെ പുതിയൊരു അധ്യായത്തിൽ നമുക്ക് പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.